So the next topic is associative property, or the next property in convolution is associative property. Associative property states that x of n convolution h1 of n convolution h2 of n is equal to convolving x of n with h1 of n convolution h2 of n. അതായത് എക്സ് ഓഫ് എന്നും എച്ച് വൺ ഓഫ് എന്നും കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എച്ച് ടുവിലോട്ട് കൺവല്യൂഷൻ ചെയ്യുന്നതും എച്ച് വണ്ണും എച്ച് ടുവും കൂടെ കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ എക്സ് എന്നിലോട്ട് കൺവോൾവ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ അതിന് നമ്മൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഈസ് represented as f1 of n and h1 of n convolution h2 of n is taken as f2 of n. അതായത് ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേംസിനെ ഞാൻ f1 of n and f2 of n എന്ന് കാൽക്കുലേറ്റ് റെപ്രസെൻറ്റ് ചെയ്തു. നൗ f1 of n is equal to, നോർമലി നമ്മൾ കൺവല്യൂഷൻ ഇക്വേഷൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ h1 ഓഫ് n മൈനസ് കെ ആണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. സോ f1 ഓഫ് n ഞാനിങ്ങനെ എഴുതി. ഇനി എനിക്ക് എന്ത് വേണം, f1 ഓഫ് n ഈസ് f1 ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n കൺവല്യൂഷൻ h ഓഫ് n. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് f1 ഓഫ് n കൺവല്യൂഷൻ h2 ഓഫ് n. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f1 ഓഫ് കെ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ കെ ആണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അത് കാരണം നമ്മളിവിടെ ഈ കെ എന്നുള്ള വേരിയബിളിനെ മാറ്റി എന്തെഴുതും, എം എന്നൊരു ലെറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ സിഗ്മ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f1 ഓഫ് എം, കെക്ക് പകരം എം എടുത്തു എന്നേ ഉള്ളൂ, f1 ഓഫ് എം h2 ഓഫ് n മൈനസ് എം. നൗ വി നോ ദാറ്റ് f1 ഓഫ് എന്നിൻ്റെ വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ f1 ഓഫ് എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് അങ്ങനെ തന്നെ എഴുതി, സിഗ്മ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f1 ഓഫ് എം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും, സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എം മൈനസ് കെ. കാരണം ഇത് f1 ഓഫ് n ആണ്. f1 ഓഫ് എം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ മാറ്റി എം എന്നാക്കും, ഇൻറ്റു h2 ഓഫ് n മൈനസ് എം. അതായത് ഇതിന് മാത്രം ഞാൻ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, അതിൽ എന്നിൻ്റെ പ്ലേസിൽ എന്ത് വെച്ചു, എം വെച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റി. ഇനി ഇതിനകത്ത് ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഇതിനൊരൊറ്റ വേരിയബിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്, എം മൈനസ് കെ ഈക്വൽ ടു ആർ, ദാറ്റ് ഈസ് എം ഈക്വൽ ടു കെ പ്ലസ് ആർ. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് എനിക്ക് കിട്ടി. ഇതിനെനിക്ക് എന്ത് ചെയ്യണം, ആറ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഇനി അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ, ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എടുത്തു. അതായത് ലീനിയറിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഞാനതിനെ പുറത്തോട്ട് എടുത്തു. സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ സിഗ്മ ആർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇത് വരാനുള്ള റീസൺ എം ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ ആറും എന്ത് ചെയ്യും, ടെൻസ് ടു ഇൻഫിനിറ്റിയിലോട്ട് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത്, എമ്മിന് പകരം ഇവിടെ എമ്മിനെ ഞാൻ എം മൈനസ് കെനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ എം ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആർ ഹിയർ. സോ ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി ആർ വിൽ ടെൻസ് ടു ഇൻഫിനിറ്റി. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, എം ഈക്വൽ ടു നമ്മൾ കെ പ്ലസ് ആർ എന്നാണ് എഴുതിയേക്കുന്നത്. എം ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ആറും എന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിലോട്ട് പോകും. സോ സിഗ്മ ആർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h1 ഓഫ് എം മൈനസ് കെ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആർ. ആർ എന്ന് തന്നെയല്ല, ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ്, ഇവിടെ എമ്മിന് പകരം ഞാൻ എന്ത് എഴുതി, കെ പ്ലസ് ആർ. അപ്പോൾ എൻ മൈനസ് കെ പ്ലസ് ആർ, ദാറ്റ് ഈസ് എൻ മൈനസ് കെ മൈനസ് ആർ. അപ്പോൾ ഇത്ര എഴുതി. ഇനി ഈ ടേം എന്ന് പറയുന്നത്, ഇത്രയും ടേം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുവാണ്. അതായത് f2 ഓഫ് n ഈസ് h1 ഓഫ് n കൺവല്യൂഷൻ h2 ഓഫ് n ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ് f2 ഓഫ് n ഈസ് ഈക്വൽ ടു എന്തെഴുതാം, സിഗ്മ എന്നോ കെ
കെയോ ആറോ എന്തെങ്കിലും ആർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h1 ഓഫ് ആർ ഇൻറ്റു h2 ഓഫ് n മൈനസ് ആർ. ഇത് നമുക്കറിയാം. ഇനി അങ്ങനെയാണെങ്കിൽ f2 ഓഫ് n മൈനസ് കെ എന്ന് പറയുമ്പോൾ എന്ത് വരും? സിഗ്മ ആർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h1 ഓഫ് ആർ ഇൻറ്റു h2 ഓഫ് n മൈനസ് ആർ മൈനസ് കെ, അല്ലെങ്കിൽ n മൈനസ് കെ മൈനസ് ആർ. എന്നിൻ്റെ പ്ലേസിൽ എന്ത് തോന്നുന്നു? n മൈനസ് കെ വന്നു. അപ്പോൾ ഇതെന്ന് എനിക്കറിയാം. ഇതല്ലേ എനിക്കിവിടെ കിട്ടിയേക്കുന്നത്? h1 ഓഫ് ആർ ഇൻറ്റു h2 ഓഫ് n മൈനസ് ആർ മൈനസ് കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? f2 ഓഫ് n മൈനസ് കെ. അപ്പോൾ എനിക്ക് എന്തെഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു f2 ഓഫ് n മൈനസ് കെ. അത് എവിടെ നിന്ന് കിട്ടി? ഇതിവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇത്രയും എനിക്ക് മനസ്സിലായി. ഇനി നോക്കി, ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് കെ ഫസ്റ്റ് ടേം ഓഫ് കെ ഇൻറ്റു സെക്കൻഡ് ടേം ഓഫ് n മൈനസ് കെ. ദാറ്റ് ഈസ് എക്സ് ഓഫ് കെ കൺവല്യൂഷൻ, എക്സ് ഓഫ് n കൺവല്യൂഷൻ f2 ഓഫ് n. f2 ഓഫ് n ഈസ് ഈക്വൽ ടു h1 ഓഫ് n കൺവല്യൂഷൻ h2 ഓഫ് n. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് n കൺവല്യൂഷൻ f2 ഓഫ് n ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n കൺവല്യൂഷൻ h1 ഓഫ് n കൺവല്യൂഷൻ h2 ഓഫ് n. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി മീൻസ് നമ്മൾ മാത്സിൽ നോർമലി പറയുന്ന കണക്ക് തന്നെയാണ്. എക്സ് ഓഫ് n കൺവല്യൂഷൻ h1 ഓഫ് n പ്ലസ് h2 ഓഫ് n ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് ചെയ്യുവാണ്. എക്സ് ഓഫ് n കൺവല്യൂഷൻ h1 ഓഫ് n പ്ലസ് എക്സ് ഓഫ് n കൺവല്യൂഷൻ h2 ഓഫ് n. നമ്മൾ നോർമലി മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് പറയുന്ന കണക്ക് തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളിത് കൺസിഡർ ചെയ്യുകയാണ്. ദിസ് ഇസ് ഫസ്റ്റ് ടേം കൺവല്യൂഷൻ സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് n മൈനസ് കെ. അപ്പോൾ ഇത് രണ്ട് ടേംസ് ഉണ്ട്. സോ h1 ഓഫ് n മൈനസ് കെ പ്ലസ് h2 ഓഫ് n മൈനസ് കെ. ഇനി ഇത് അഡീഷനാണ്, ഇവിടെ പ്രോഡക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആയാലോ. സോ സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ h1 ഓഫ് n മൈനസ് കെ പ്ലസ് സിഗ്മ ദ ലിമിറ്റ് എക്സ് ഓഫ് കെ ഇൻറ്റു h2 ഓഫ് n മൈനസ് കെ. ഇനി ഇത് നോക്കിയേ, എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് n മൈനസ് കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് കെ എക്സ് ഓഫ് n കൺവല്യൂഷൻ എച്ച് ഓഫ് n. അപ്പോൾ അങ്ങനെ എഴുതി. ഇതും സിമിലർലി എന്താണ്? എക്സ് ഓഫ് n കൺവല്യൂഷൻ h2 ഓഫ് n. സോ ആ രണ്ട് ടേംസും എഴുതി. ദാറ്റ് ഈസ് LHS ഈക്വൽ ടു RHS. ദ സെയിം പ്രോപ്പർട്ടി, നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്ക്രീറ്റ് ടൈമിൽ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എവിടെയും ആപ്ലിക്കബിൾ ആണ്? കണ്ടിന്യൂസ് ടൈമിലും ആപ്ലിക്കബിൾ ആണ്. ആ സെയിം കേസ് ഇവിടെയും കൂടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എക്സ് ഓഫ് ടി h1 ഓഫ് ടി h2 ഓഫ് ടി. ഇത് ഈ സെയിം തന്നെ എന്തിലും വരും? കണ്ടിന്യൂസ് ടൈമിലും നമുക്ക് ആപ്ലിക്കബിളായിട്ട് വരും. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഷിഫ്റ്റ് പ്രോപ്പർട്ടി. ഇതിൽ നമുക്ക് പ്രൂഫ് വേണ്ട. അപ്പോൾ ഇതറിഞ്ഞേക്കാം. എക്സ് ഓഫ് n കൺവല്യൂഷൻ എച്ച് ഓഫ് n ഈക്വൽ ടു വൈ ഓഫ് n ആണെങ്കിൽ, ഇത് രണ്ടും കൺവോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വൈ ഓഫ് n ആണെങ്കിൽ, എക്സ് ഓഫ് n മൈനസ് കെ കൺവല്യൂഷൻ എച്ച് ഓഫ് n മൈനസ് എം ഇസ് ഈക്വൽ ടു വൈ ഓഫ് n മൈനസ് കെ മൈനസ് എം. അങ്ങനെ ആയിരിക്കും. അതായത് ഇത് രണ്ടും കൂടെ കൺവോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇതാണെങ്കിൽ, ഇവിടെ ഒരു ഷിഫ്റ്റ് വന്നാൽ ആ ഷിഫ്റ്റ് എവിടെയും ഉണ്ടാവും? ഈ ഔട്ട്പുട്ട് വൈ ഓഫ് എന്നിലും ഉണ്ടാവും. or we can say that x of n minus k convolution h of n is equal to y of n minus k. ഈ ഒരു ഷിഫ്റ്റ് അവിടെ വരും, ഔട്ട്പുട്ടിൽ വരും. സിമിലർലി if the shift is in h of n, it will reflect in output y of n. The same property is applicable for continuous time signals also. X of t and x2 of t, there is a shift of capital T in this x of t, which will be there in the output y of t. Similarly x1 of t യിലാണ് എനിക്ക് ഷിഫ്റ്റ് ഉള്ളതെങ്കിൽ അതവിടെ ഉണ്ടാവും, ഔട്ട്പുട്ടിലോട്ട് ഉണ്ടാവും. ഇനി രണ്ടിലും ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് ഷിഫ്റ്റ് എവിടെ ഉണ്ടാവും? ഈ ഔട്ട്പുട്ടിലോട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ് സിഗ്നൽ.
എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഓഫ് എൻ ആയിരിക്കും. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ മൈനസ് കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ്, ഈ ഷിഫ്റ്റ് എവിടെ വരും? ഇങ്ങോട്ട് ഉണ്ടാവും. സിമിലർലി ഫോർ ദ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.